പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജീവനോടെയും പ്രത്യാശയോടെയും നമ്മെ ഉണർത്തിയ ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായനയുടെ ധ്യാനം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 21 അധ്യായം 7 മുതൽ 11 വരെയുള്ള വചനഭാഗത്തെ ആസ്പദമാക്കിയാണ്. ഈ ധ്യാനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ദൈവസ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിനായി തമ്പുരാനെ ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ ശാന്തമാക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചവും വഴികാട്ടിയുമാകട്ടെ. തകർന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കുകയും ഭാരപ്പെടുന്നവർക്ക് സമാധാനം നൽകുകയും പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പുതിയ കരുത്തു നൽകുകയും ചെയ്യുമാറാകണമേ. ഈ ധ്യാനത്തിലൂടെ അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ സംഗതിയാകുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 21 അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസൻ പോകുന്നത് പോലെ പോകരുത്. അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനന് അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുക്കുവാൻ അവൻ അനുവദിക്കണം. അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്കാർക്ക് വിറ്റുകളയുവാൻ അവന് അധികാരമില്ല. അവൻ അവളെ തൻ്റെ പുത്രനു നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം. അവൻ മറ്റൊരുത്തിയെ പരിഗ്രഹിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത്. ഈ 3 കാര്യവും അവൻ അവൾക്കു ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വചനഭാഗം പഴയ നിയമത്തിലെ സാമൂഹിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതക്രമത്തിലും കുടുംബ ബന്ധങ്ങളിലും നീതിയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനായി ദൈവം നൽകിയ നിർദ്ദേശങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ ദൈവം മനുഷ്യരുടെ മാന്യതയെ വിലമതിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അശക്തരായവരെയും സംരക്ഷിക്കപ്പെടേണ്ടവരെയും ഉപേക്ഷിക്കരുത് എന്ന സന്ദേശമാണ് ഈ തിരുവചന ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മനുഷ്യർ ഉപയോഗിക്കപ്പെടുകയും മറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ദൈവം ഒരിക്കലും ആരെയും വില കുറഞ്ഞവനായി കാണുന്നില്ല. ഓരോ വ്യക്തിയുടെയും കണ്ണുനീരും വേദനയും അവൻ അവിടുന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബന്ധങ്ങളിൽ വിശ്വസ്തത വേണം. മനുഷ്യരെ മാന്യതയോടെ സമീപിക്കണം. ഉത്തരവാദിത്വങ്ങളിൽ യാതൊന്നും തന്നെ നമ്മൾ ഒഴിവാക്കരുത്. ദൈവം നീതിയുടെ ദൈവമാണ്. ഇന്നത്തെ ലോകത്ത് സ്നേഹവും കരുതലും കുറയുമ്പോൾ ദൈവം നമ്മെ പരസ്പരം കരുതുന്ന ഹൃദയങ്ങളായി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കൾ, കരുണാമയനായ ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. മറ്റുള്ളവരെ മാന്യതയോടും സ്നേഹത്തോടും കാണുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും വിശ്വസ്തരും സമാധാനമുള്ളവരുമായി ഞങ്ങളെ ആക്കി തീർക്കുമാറാണ്. മനസ്സിൽ മുറിവുകളുള്ളവരെ തമ്പുരാനെ അവിടുന്ന് സ്പർശിക്കണമേ. ഒറ്റപ്പെട്ടവർക്ക് ആശ്വാസം, ഭയപ്പെടുന്നവർക്ക് ധൈര്യവും, തളർന്നവർക്ക് പുതിയ ശക്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെയും ജോലികളെയും കുടുംബങ്ങളെയും
തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.